സ്ത്രീകളെ പോലെ തന്നെ പുരുഷന്മാർക്കും പ്രണയമുള്ള ഒരു ലോഹമാണ് സ്വർണം. സ്വർണ്ണാഭരണ വിപണിയിലെ പ്രമുഖ ബ്രാൻഡായ ഭീമ ജ്വല്ലറിയുടെ കൊച്ചിയിലുള്ള MG റോഡ് ഷോറൂമിലെ വ്യത്യസ്തവും ഇതുവരെ കാണാത്ത ഡിസൈൻസുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. സോ ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും സമയത്തിലേക്ക് സ്വാഗതം. ഭീമ ജ്വല്ലറിയുടെ കൊച്ചിയിലുള്ള MG റോഡ് ഷോറൂമിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. എന്നത്തെയും പോലെ തന്നെ നമ്മുടെ പപ്പൻചേട്ടൻ തന്നെയാണ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരുന്നത്. പപ്പൻചേട്ടാ, സ്വാഗതം. ഇപ്രാവശ്യം എനിക്ക് ഒരു ഉറപ്പ് തന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുന്നത്തെ എപ്പിസോഡുകളിൽ കാണിച്ച ഓർണമെന്റ്സ് ഒന്നും ആയിരിക്കില്ല കാണിക്കുന്നത്. എന്തായാലും ഒരു പുതുമ നമ്മുടെ പ്രേക്ഷകർക്ക് ഉണ്ടായിരിക്കും അല്ലേ പപ്പൻചേട്ടാ? ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, അപ്പോൾ ഇന്ന് എന്ത് വെറൈറ്റിയാണ് നമ്മുടെ പ്രേക്ഷകർക്ക്? നമുക്കിന്ന് നഗാസ് എന്ന് പറഞ്ഞൊരു വർക്കാണ് ഉദ്ദേശിക്കുന്നത്. നഗാസ് എന്ന് പറഞ്ഞാൽ പുതിയ വർക്കൊന്നുമല്ല, വളരെ പഴയ കാലത്ത് രാജാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന വർക്ക് തന്നെയാണ്. പൂർണ്ണമായിട്ടും കൈകൊണ്ട് കൊത്തിയെടുക്കുന്ന രീതിയിലുള്ള ഒരു വർക്കാണ്. അതിനാണ് നഗാസ് വരുന്നത്. ഇത് തന്നെ പല രീതിയിൽ വരുന്നുണ്ട്. ഇപ്പോൾ സെമി നഗാസ്, അങ്ങനെ അച്ചിൽ ചെയ്തിട്ട് അതിൻ്റെ ഫിനിഷിങ് കുറച്ച് കൈകൊണ്ട് ചെയ്യുന്നത്, അങ്ങനെ പല പല കാറ്റഗറി ഉണ്ട്. പൂർണ്ണമായിട്ടും നഗാസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വർക്കിംഗ് കോസ്റ്റ് വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മളിന്ന് നഗാസ് ഓർണമെന്റ്സ് ആണ് കാണാൻ പോകുന്നത് അല്ലേ? അപ്പോൾ ഇതെല്ലാം കൊത്തുപണിയാണ് അല്ലേ ഇത് വരുന്നത്? ജ്വല്ലറിയില് സ്വർണ്ണത്തില് കൊത്തുപണിയാണ് ഉദ്ദേശിക്കുന്നത്. പണ്ടത്തെ നമ്മുടെ ക്ഷേത്രങ്ങളിലും അല്ലെ രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചിരുന്നത് അതേപോലത്തെ ഒരു ഓർണമെന്റ്സിലൊക്കെ ഉണ്ടായിരുന്നു. വിഗ്രഹങ്ങളിലൊക്കെ ചെയ്യുന്നവർക്ക് ഇപ്പൊ അമ്പലത്തിലൊക്കെ സ്വർണത്തിന്റെ വിഗ്രഹങ്ങളൊക്കെ കുത്തിയെടുക്കുന്നതൊക്കെ ആ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ എക്സ്പെൻസീവ് ആയിരിക്കോ? തീർച്ചയായിട്ടും അത് വർക്കിംഗ് കോസ്റ്റിനാണ് എക്സ്പെൻസീവ്. മെറ്റീരിയൽ അതുപോലെ കുറച്ചുകൂടി ധാരാളം ലൂസ് ആവാനായിട്ട് സാധ്യതയുള്ള ഒരു വർക്കും കൂടിയാണ്. ചെറിയ ഒരുപാട് ടൈം എടുത്തിട്ട് വേണമല്ലോ അത് അതുപോലത്തെ ഒരു കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള അല്ലേ? നമ്മൾ നേരത്തെ കണ്ടത് ചെയിനിന്റെ വീതി കുറവാണ്. ഇവിടെ പീക്കോക്കിന്റെ പീക്കോക്കാണ് ഇത് വരുന്നത് അല്ലേ? ഇതില് ഗജലക്ഷ്മിയുടെ രൂപം. ഇതില് കെംസ്റ്റോണിന്റെ അത്രയും ആ ഒരു ട്രഡീഷണൽ ഫീൽ തോന്നിക്കാനായിട്ട് അല്ലേ? ഇതിൽ ശരിക്കും ആ ഒരു കളർ വരുന്നോണ്ട് കുറച്ചുകൂടി കളർഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? പഴയ കാലത്ത് റിയൽ റൂബി, അൺകട്ട് റൂബി, റിയൽ റൂബിയാണ്. ഇത് റിയൽ അല്ല. പണ്ടത്തെ കാലത്ത് ഇത്തരം ആഭരണങ്ങൾ യൂസ് ചെയ്യുന്നത് റിയൽ റൂബിയിലാണ് അല്ലേ? പക്ഷെ ഇപ്പൊ നമുക്ക് വയ്ക്കുകയാണെങ്കിൽ അത്രയും കോസ്റ്റ് കൂടുതലായിരിക്കും റൂബിക്ക്. ആ റൂബിക്ക് റീസെയിൽ വാല്യൂ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് അത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകൾക്ക് റീസെയിൽ വാല്യൂ ഇല്ല അല്ലേ? റൂബിക്ക് റീസെയിൽ വാല്യൂ ഇല്ല. റീസെയിൽ വാല്യൂ ഉള്ള ഡയമണ്ടിന് മാത്രമാണ്. കട്ട് ഡയമണ്ട്സിന് മാത്രമാണ് 100% റീസെയിൽ വാല്യൂ. അപ്പോ റൂബിയും എന്താ പറയാ അത്ര കോസ്റ്റ്ലി സ്റ്റോൺസ് യൂസ് ചെയ്യാണ്ട് ഡയമണ്ട് മാത്രം നമുക്ക് റീസെയിൽ വാല്യൂ ഉള്ള ഡയമണ്ട് മാത്രം ഒരു രക്ഷയില്ല. അപ്പൊ ഇതെന്ന് വെച്ചാൽ ഇത് അത്രയും കോസ്റ്റ് വരുന്നതല്ല. ഇത് സാധാരണ കെംസ്റ്റോൺ എന്ന് പറഞ്ഞ തരം സ്റ്റോൺ ആണ്. നമുക്കൊരു കളർഫുൾ ആവും ചെയ്തു എന്നാൽ നമ്മുടെ ഒരു ബഡ്ജറ്റിൽ നമുക്ക് പെയിന്റിങ്സിൽ കാണുമ്പോൾ വരുന്ന ആഭരണങ്ങൾ കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്ന റിയൽ റൂബീസ് ആണ്. പക്ഷെ ആ എഫക്ട് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അത്ര എക്സ്പെൻസീവ് അല്ല എന്നുള്ളതാണ്. അപ്പൊ പിന്നെ റിസർവ് ഇല്ലെങ്കിൽ നമുക്ക് ഭംഗിക്ക് വേണ്ടി റൂബിക്ക് പകരം നമ്മൾ ഏതെങ്കിലും റൂബി താല്പര്യം എന്നാലും പക്ഷെ റൂബി താല്പര്യമുള്ള ആളുകളുണ്ട്, അതൊരു വാങ്ങും. അതൊരു പ്രസ്റ്റീജ് ആണ്. ഇതിൽ നമ്മൾ ഈ കോമ്പിനേഷൻ കൊടുക്കുമ്പോൾ ഈ ആന്റിക് ഫീലും ഇതും കൂടി ഇപ്പൊ ബ്രൈറ്റ് ആണോ നമുക്ക് ഇത്ര ഈ ഒരു ഭംഗിയായിരിക്കില്ല. ചിലപ്പോൾ വേറൊരു ഫീൽ ആയിരിക്കും. നമ്മുടെ കോസ്റ്റ്യൂമിനനുസരിച്ചിട്ട് കോസ്റ്റ്യൂം കളറിനനുസരിച്ചിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ സ്റ്റോൺസ് ഏത് വേണമെങ്കിലും നമുക്കിപ്പോൾ വെച്ച് കൊടുക്കാമല്ലോ ഈ കളേഴ്സ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള ആന്റിക് ആഭരണങ്ങളുടെ കൂടെ ഏറ്റവും കൂടുതൽ എന്താ പറയാ മാച്ച് ചെയ്ത് പോകുന്നത് ഈ കളറാണ്. പിന്നെ സെക്കൻഡറി ആയിട്ടാണ് വരുന്നത് ഗ്രീൻ കളർ. ഏറ്റവും കൂടുതൽ മാച്ച് ചെയ്യുന്നത് ഈ കളർ തന്നെയാണ് അല്ലേ? ഈ കളർ തന്നെയാണ് ഏറ്റവും കൂടുതൽ മാച്ച് ചെയ്യുന്നത്. ഇതിപ്പോ ഏകദേശം എത്ര പവനൊക്കെ വരും? ഇതൊരു 12.5 പവനൊക്കെ അത്രേ ഉള്ളൂ അല്ലേ? പക്ഷെ നമുക്ക് അങ്ങനെ ഹെവി ഒരു ഫീലിംഗ് വരുന്നില്ല അല്ലേ? ഇതിൽ ഹോളോ ഇത് വരുന്നുണ്ട്. അങ്ങനെ നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. മാരേജ് ഫംഗ്ഷനൊക്കെ ഒരു ചെയിനൊക്കെ അല്ലേ, സാരിയുടെ കൂടെയൊക്കെ നല്ലൊരു ലോങ് ചെയിൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. ഇത് വെള്ളം ഇതിന്റെ ബാങ്കിലാണ് അല്ലേ? ഈ ഡിസൈൻ കൃഷ്ണന്റെ ആണ് അല്ലേ? ഇതിപ്പോ പവചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം മാലയും വളയും ഇയറിങ്സും റിങ്ങും എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് കയ്യിൽ അങ്ങനെ തന്നെ ഇടുന്നത്, കാരണം സ്ക്രൂ ആണ് അല്ലേ?
ഓപ്പൺ ചെയ്തിട്ട് വന്നു. അത് ആ ഒരു ജോയിന്റ് പോലും അറിയാത്ത ഒരിക്കലും ഞാനിപ്പോ പറയണമെന്ന് കരുതി ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് സ്ക്രൂ ഉണ്ടോന്ന് പോലും എങ്ങനെ ഇതാക്കാൻ പറ്റുന്നു. അത്രയും ആ ഒരു ഗ്യാപ്പ് പോലും ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കപ്പോൾ ഇത് കയ്യിൽ കടത്താനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് കയ്യളവുള്ളവർക്ക് ജനറൽ ആയിട്ടുള്ള സൈസിൽ ചെയ്തിട്ട് നമുക്ക് സ്ക്രൂ വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതില് കൃഷ്ണന്റെ രൂപമാണ് കൊത്തിയത്. അതെ അതെ, കൃഷ്ണന്റെ രൂപം, പിന്നെ പശുവിന്റെ ഒക്കെ പിക്ചറുകൾ. പക്ഷെ അതിന് വ്യത്യാസമുണ്ട്. നോക്കൂ, മത്സ്യം ഇങ്ങനെ വന്നിട്ട് തല മാത്രം പശുവിന്റെ ഇത് കൊടുത്തിരിക്കുന്നത് അല്ലേ. അതിപ്പോ ഓരോ കലാകാരന്മാരുടെ അതുണ്ട്. അല്ല, ഓരോ ഡിസൈൻ ചെയ്യുന്നത് തന്നെ. നമ്മൾ ഓരോ പിക്ചർ, ഓരോ കാരിക്കേച്ചറിലെ ഓരോ ഫ്ലൂട്ട് വരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഫ്ലൂട്ട് വായിച്ചിരിക്കുന്ന ഒരു ഇതാണ് ചെയ്തത്. ആ ഒരു ഫ്ലൂട്ട് ശരിക്കും നല്ല ആ ഒരു കളറ് ഡിഫറെന്റ് ആയിട്ട് കൊടുത്തത്. സൈഡിലൊക്കെ പീക്കോക്ക് തന്നെ. പക്ഷെ ഇതിന്റെ ചിറകളൊക്കെ എടുത്തിരിക്കുന്ന മയിലിന്റെ രീതിയിലല്ല. പക്ഷെ അപ്പൊ കൊക്കും ആ ഭാഗം മാത്രം. അപ്പൊ ഇതില് ഈ പിക്ചറിൽ കാണുന്ന പോലെ ഇതിലൊരു കോമ്പിനേഷൻ കണ്ടില്ലേ? മത്സ്യത്തിന്റെ ബോഡി വന്നിട്ട് തല വേറെ എന്ന് പറഞ്ഞ പോലെ പീക്കോക്കിന്റെ ഹെഡും പക്ഷെ വേറൊരു ഈഗിളിന്റെ പോലത്തെ ഉള്ളൊരു ചിറകൊക്കെയാണ് വരുന്നത്. അങ്ങനെ ഫ്യൂഷനാണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ അങ്ങനെ ഒത്തിരി നമ്മൾ ഒരു വളയിൽ തന്നെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ നോക്കാനും. ചെറിയ വളയിൽ അത് ചെയ്തെടുക്കാന്ന് പറയുന്നത് സാധാരണ വളകളിലേക്ക് ജസ്റ്റ് ഒരു ഡിസൈൻ നോക്കി കണ്ടു കഴിഞ്ഞു. പക്ഷെ ഇതിൽ അത്രയും വള തന്നെ നമുക്ക് കുറേ നേരം നോക്കി നിൽക്കാനുണ്ടാവും. ഒരു 50 ഗ്രാംസ് ഒക്കെ വരും. 50 ഗ്രാംസ്. ഇതും നമ്മളിപ്പോ ഒരു ഹോളാണ്, വെയിറ്റ് ഇല്ലേ നമുക്ക്. അതാ ഒരു പ്രത്യേകത. പിന്നെ ഒരു വളയില്ലേ നമ്മൾ ഇത്രയും ഇതൊക്കെ ഇടുമ്പോ നമ്മൾ ഒരു വള മാത്രം അങ്ങനെ ഇടണം. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു എപ്പിസോഡ് കണ്ട എല്ലാ പ്രേക്ഷകർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാവും, ഒരു നഗാസിന്റെ വർക്ക് ഉള്ള ഒരു ഓർണമെന്റ്, അതിന്റെ ഒരു സെറ്റ് നമുക്ക് സ്വന്തമാക്കണം. ഓഹോ, ഉണ്ട് അല്ലേ? കൃഷ്ണന്റെ മോതിരമാണ്. ഇതിലും ഫ്ലൂട്ടൊക്കെ വായിച്ചിരിക്കുന്ന ഒരു കൃഷ്ണൻ തന്നെയാണ്. അതില് ക്രൗണും എല്ലാം ചെയ്തിട്ടുണ്ട്. ചെറിയ സൈസ് ഷോളും ഒക്കെ കൂടി. ഓക്കെ, ലേഡീസ് സൈസിൽ വരുന്നത്, ജെന്റ്സ് സൈസിൽ വരുന്നത്, ലേഡീസ് സൈസിൽ വരുന്നത്. ശരിക്കും കൃഷ്ണന് എന്ത് ഡീറ്റെയിൽ ആയിട്ടാ കൊടുത്തിരിക്കണേ അല്ലേ? ശരിക്കും ആ ഒരു ഫ്ലൂട്ടും എന്താണ് പീലിയൊക്കെ വെച്ചിരിക്കുന്നത്, വൈറ്റ് പീലി എല്ലാം കൂടി. ഫേസിലാണെങ്കിലും കണ്ണും മൂക്കൊക്കെ ഭയങ്കര നീറ്റ് ആയിട്ടുള്ളൊരു വർക്ക്. പറയുന്നത് റിങ്ങില് മാത്രമാകുമ്പോൾ നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെങ്കിൽ ശരിക്കും അത്രയും കഷ്ടപ്പെട്ട് ഒരു റിംഗ് തന്നെ എത്രയും സ്ട്രെയിൻ എടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് കണ്ടിന്യൂസ് ഒരാൾക്ക് ഇരുന്നിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത്.